ക്രൗൺ കമ്പ്യൂട്ടർ മൻസൂറാണ്. ചിലർക്ക് കമന്റിൽ ചോദിക്കാറുണ്ട്, ഈ 8-10 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പ് നമ്മൾ എന്ത് ധൈര്യത്തിൽ എടുക്കുക എന്നുള്ളത്. ചില ആൾക്കാർ ചോദിക്കും, ഈ 8th ജനറേഷൻ എത്ര യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ഇല്ല. കാരണം അത് ഒരാളെ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര സമയം ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്റെ വർക്കിനനുസരിച്ചിരിക്കും. സ്വതവേ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ പോലുള്ള ഡിവൈസ് അല്ല. മൊബൈൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ ആരും ഓഫ് ആക്കാറില്ല, 24 hours ഓണിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 8 വർഷം പഴക്കമുള്ള മൊബൈൽ എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം 8 വർഷം തന്നെ പഴക്കമുണ്ടാവും. എന്നാൽ ലാപ്ടോപ്പിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസത്തിൽ മാക്സിമം ഒരു വർക്കിംഗ് അവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 8 മണിക്കൂറാണ് ഉപയോഗിക്കുക. അങ്ങനെ 8 മണിക്കൂർ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. ഏകദേശം ഒരു 2-3 വർഷം മാത്രമേ 8 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പിന്റെ ഉപയോഗം ഉണ്ടാവും. 8 മണിക്കൂർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കണക്ക് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ മൊബൈലിനകത്ത് നമുക്കിപ്പോ പഴയ മൊബൈലിനകത്ത് പുതിയ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവില്ല. അപ്പൊ നമുക്ക് പുതിയ സോഫ്റ്റ്വെയറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടൂല. എന്നാൽ ലാപ്ടോപ്പിന്റെ അകത്ത് അങ്ങനെയല്ല. നിങ്ങൾ 2010 2000 ലാപ്ടോപ്പ് എടുത്താലും നിങ്ങൾക്ക് 24H2 എന്ന് പറയുന്ന വിൻഡോസ് 11 വേർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരില്ല. പിന്നെ ഉള്ളത് ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ എന്നുള്ള പേടിയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ പുതിയതെടുത്താലും കംപ്ലൈന്റ് വരും, പഴയതെടുത്താലും കംപ്ലൈന്റ് വരും. പുതിയതെടുത്താൽ കംപ്ലൈന്റ് വരില്ല, പിന്നെ എന്തിനാ അവർ വാറണ്ടി തരുന്ന 1 വർഷത്തേക്ക്. അതേപോലെ തന്നെ പഴയ ലാപ്ടോപ്പ് വെക്കുന്ന ആൾക്കാർ 3-4 ചിലപ്പോൾ 6 മാസം വരെ വാറണ്ടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6 മാസം വരെ ഇത് സേഫാണ്. പിന്നെ പ്രൈസ് നോക്കുന്ന സമയത്ത് ഇപ്പോ അതേ ലാപ്ടോപ്പ് i5 നിങ്ങൾക്ക് പുതിയത് വാങ്ങണമെങ്കിൽ എത്ര റേറ്റ് ആവും? ഏറെക്കുറെ ഏകദേശം 2000 ദിർഹംസിന് അടുപ്പിച്ചാവും. എന്നാൽ യൂസർ വാങ്ങുന്ന സമയത്ത് അത് 500, 600, 700 ആ റേഞ്ച് മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നോക്കിയാലും നിങ്ങൾ യൂസർ എടുത്തിട്ട് അത് കളഞ്ഞു പോയാൽ തന്നെ നിങ്ങൾക്ക് വേറെ യൂസർ ലാപ്ടോപ്പ് എടുക്കാം ആ പ്രൈസിനെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് യൂസർ ലാപ്ടോപ്പ് എടുത്തോ, ഒരു പ്രശ്നവുമില്ല.